എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കാം. അതിന് ഞാൻ 1 കിലോ മാങ്ങ വാങ്ങിച്ച് കഴുകി തുടച്ചെടുത്ത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ഞാൻ പൊടിയുപ്പല്ല എടുത്തേ, കല്ലുപ്പാണ് എടുത്തത്. അപ്പം നമ്മൾ ഇത് കല്ലുപ്പ് ചേർക്കുന്നത് അച്ചാറിന് ഏറ്റവും ബെറ്ററാണ്. അപ്പം നമ്മൾ എന്തെന്നറിയാം, ഇതിന് കുറച്ച് കളറിന് വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ വീടിൻ്റെ പടിക്കൽ ഇങ്ങനെ വണ്ടിക്കകത്ത് വരുന്ന ഉപ്പ നമ്മളത് വാങ്ങിച്ച് വെച്ച് ഇങ്ങനെ അച്ചാറിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്ത് വെച്ചതാണ്. കളറിന് ശകലം വ്യത്യാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ച് നമുക്ക് കല്ലുപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉപ്പ് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത്, ഞാൻ പിക്കിൾ മസാലയാണ് ചേർക്കാൻ പോകുന്നത്. ഇത് ലിയ കറി പൗഡറിൻ്റെ പിക്കിൾ മസാലയാണ്. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ പൊടി മാത്രം ചേർത്താൽ മതി. പ്രത്യേകിച്ച് ചേർക്കേണ്ടത് ഉപ്പ് മാത്രം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഏലയ്ക്കകത്താകുമ്പോൾ വിശ്വസിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതേ ഉപ്പും മസാലയൊക്കെ പിടിച്ചോളും. കല്ലുപ്പും മസാലയും കൂടെ ചേർത്ത് പുരട്ടി നന്നായി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ലിയ കറി പൗഡറിൻ്റെ പിക്കിൾ മസാല ചേർത്ത് നമ്മൾ അച്ചാർ ഉണ്ടാക്കി നോക്കിക്കോ. സൂപ്പർ ടേസ്റ്റാണ്. എത്ര അറിയാത്തവർക്കും നമുക്ക് അച്ചാറുണ്ടാക്കാൻ ഇഷ്ടം തോന്നും. അത്ര ടേസ്റ്റാണ്. വളരെ സിമ്പിളുമാണ്. മാങ്ങയിലോട്ട് കല്ലുപ്പും മസാലയും ചേർത്ത് വെച്ചിട്ട് അരമണിക്കൂറായി. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ഞാൻ കടുകെണ്ണയിലാണ് കടുക് പൊട്ടിച്ചത്. കടുകും കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷമേ നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ഈ മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ കടുകെണ്ണയോ അതല്ല എള്ളെണ്ണയിലോ നമ്മൾ കടുക് താളിച്ചൊഴിക്കാവുള്ളൂ. അച്ചാർ കേടാവാതെ അച്ചാർ തീരുന്നവരെ അങ്ങനെ ഇരിക്കും. വെളിച്ചെണ്ണയിലോ അതല്ല പിന്നെ സൺഫ്ലവർ ഓയിലോ ആണെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേടാവുന്നത്. ഇതിനകത്ത് ഇനി വേറെ ഒരു മസാലയും ഒന്നും ചേർക്കണ്ട. അപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ചോറിനാൻ തോന്നും. നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തയ്യാറായിക്കഴിഞ്ഞാൽ അതിന് ഭരണിയൊക്കെ തയ്യാറാക്കി കഴുകി ഉണങ്ങി വെക്കണം. പിന്നെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭരണിയിലാക്കി കഴിഞ്ഞാൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. എപ്പോഴും തുറന്നു എടുത്ത് നനഞ്ഞ സ്പൂൺ ഇട്ടെടുക്കുക, ഒന്നും ചെയ്യരുത്. നമ്മൾ ഈ അച്ചാർ തീരുന്നവരെ നമുക്ക് ഇതേപോലെ ഇരിക്കണമെങ്കിൽ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അതായത് നമ്മളിങ്ങനെ നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കണം. നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റി ഉണങ്ങിയ സ്പൂൺ കൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള എടുത്തിട്ട് വീണ്ടും പഴയ രീതിയിൽ തന്നെ നമ്മളിങ്ങനെ വൃത്തിയാക്കി അടച്ച് ഭദ്രമാക്കി മാറ്റി വെക്കണം. അപ്പോൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ.